ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. കണ്ടോ, ഇതിന്റെ ചാർജിങ്ങിന് പിന്നെ ഇവിടുന്ന് പോയിന്. കണ്ടോ, ഇതിന് കുത്തിയപ്പോൾ ഇത് കംപ്ലൈന്റ് ആയതാണ്. ഇത് എന്റേതല്ല, നന്നാക്കാൻ വേണ്ടി തന്നാണ് കേട്ടോ. അപ്പം ഇത് പവർ ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യും ഞാൻ കാണിച്ചു തരാം. Welcome to Sonolux Universe. The Bluetooth device is ready to pair. കണ്ടോ, സംഭവം റെഡിയാണ്. എന്താ പ്രശ്നം, ഇവിടെ പിന്നെ പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നയിച്ചു നോക്കിയാലോ നമുക്ക് കേട്ടോ. അപ്പൊ ചാർജിന് വേറെ മാർഗം ഇപ്പൊ ഇതിനില്ല, കാരണം പിന്നെ ഉള്ളിലേക്ക് പോയതായിരിക്കും. എന്താ നമുക്ക് നയിച്ചു നോക്കാം നമുക്ക് കേട്ടോ. നമുക്ക് ഇവിടെ സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം, 4 സ്ക്രൂ അല്ല, 2, 4, 5 സ്ക്രൂ നമുക്ക് അയച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് 6 സ്ക്രൂ നമ്മൾ അയച്ചെടുത്തു കേട്ടോ. കണ്ടില്ലേ, ഓക്കെ. അപ്പൊ ഈ സ്ക്രൂ എന്ത് ചെയ്യാ, സേഫ്റ്റി എടുത്ത് വെക്കട്ടോ. മറ്റേ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോ സ്ക്രൂ ഒന്നും കാണൂല കേട്ടോ. അപ്പൊ സ്ക്രൂ എന്ത് ചെയ്യാ, എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ കണ്ടോ, ഇതാണ് ഇതിന്റെ ഉൾഭാഗം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. നമുക്ക് ആദ്യം നമുക്ക് ഈ ബോർഡ് നമുക്ക് എന്താ ഇവിടുന്ന് അയച്ചെടുക്കാം കേട്ടോ. ബോർഡ് വന്ന് പിന്നെ കംപ്ലൈന്റ് ആയിരിക്കും. ഇവിടെ പിന്നെ ഇവിടെ തീരെ മിന്നില്ല, പൊട്ടി പോയിനത്. നോക്കി കണ്ടങ്ങള്, ഇതാണ് ഇതിന്റെ പിന്നിന്റെ അവസ്ഥ. കണ്ടോ, പിന്നെ ഈ ഭാഗത്തായിരുന്നു പിന്നെ നിൽക്കുക. കണ്ടല്ലേ, നമുക്കൊന്ന് നോക്കാൻ കഴിയുമെന്നുള്ളത് കേട്ടോ. പക്ഷെ പിന്നും ഇതിൽ കാണുന്നില്ല തിരിഞ്ഞിട്ട്. ഇതാണ് പിന്നെ കണ്ടങ്ങള്, പിന്നെ ഇങ്ങനെ ആയിന് പിന്നെ കണ്ടില്ലേ, പൊട്ടി പറ്റ പോയിന്. അപ്പൊ നമുക്കിത് ഓണാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്താ വെച്ചാൽ ബാറ്ററിന്റെ വയർ നമുക്ക് ഇവിടുന്ന് അയച്ചെടുക്കാം. കാരണം ഇതെവിടെ ഷോർട്ട് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈന്റ് ആവും കേട്ടോ. അപ്പം പിന്നെ ബാറ്ററിന് ഇവിടെ ചാർജ് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്താ ബാറ്ററിന്റെ വയർ നമുക്ക് ഇവിടുന്ന് അയച്ചെടുക്കാം. നമുക്ക് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യിക്കാറ് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ബാറ്ററിന്റെ വയർ. കണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നിങ്ങള് B80 എന്ന് കാണാം. എനിക്ക് വീഡിയോ വ്യക്തമാകണോന്ന് അറിയില്ല, ഞാൻ കാണിച്ചു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടില്ലേ, B80 ആണ്. ഇത് ബാറ്ററിയാണ്. കണ്ടില്ലേ, തൊട്ടടുത്തുള്ള പിന്നെ ഇത് നമ്മളെ പിന്നെ ഇത് ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട് സെന്ററില്. അതിന്റെ പിന്നാണ് ഈ കാണുന്നത്, LED. കണ്ടോ, ഇവിടൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, പിന്നുള്ള പിന്നാണ് എന്ത്, നമ്മളെ സ്പീക്കറിന്റെ. ഇതാണ് നമ്മളെ സ്പീക്കറിന്റെ പിന്ന്. കണ്ടോ, പിന്നുള്ള വയറാണ് കാണുന്നത്. കണ്ടോ, നമ്മളെ ആന്റിന് വയറൊക്കെ കയറും, FM-ന്റെ ഒക്കെ വയറൊക്കെ ബ്ലാക്ക് വയറൊക്കെ പോണത്. കണ്ടോ, ഇത്രേ ഉള്ളൂ. കണ്ടല്ലേ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് റെഡി കഴിയാൻ നോക്കട്ടോ. ചിലപ്പോ ഇത് പ്രയാസം തന്നെ ആയിക്കാരം. ഇതൊക്കെ പ്രിന്റ് ആകുമ്പോഴേ ഏതാ നമുക്ക് നോക്കാം. നമുക്ക് അപ്പൊ ആദ്യം നമുക്ക് എന്താ ഇത് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കണം കേട്ടോ. അത് നമ്മളെ അവിടെ പോന്നു നമ്മളെ പോന്ന പിന്ന്. അപ്പൊ ഈ പിന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ വോൾട്ട് വരുന്നത് നമുക്ക് അറിയണം. അതായത് ഇതിന് കുറെ ലെഗ് ഉണ്ട്. കണ്ടല്ലേ, കുറെ ലെഗ് ഉണ്ട്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 5 വോൾട്ട് 5 വോൾട്ട് ഇതിന് കിട്ടേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് അത് ആദ്യം നമുക്ക് എവിടെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പൊ അതിനെന്ത് ചെയ്യാം, അപ്പൊ ആദ്യം നമുക്ക് ഈ പിന്നെ ഇവിടെ ഷോർട്ടിലാന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. കണ്ടോ, ഇതിന്റെ പല്ല് നിങ്ങൾ നോക്കിയാണ് ശ്രദ്ധിച്ചങ്ങള്. ഇവിടെ കുറെ പല്ലുകൾ ഉണ്ടോ. കണ്ടോ, ഇതൊക്കെ ഓരോ പല്ലാണ്. നിങ്ങൾക്ക് വീഡിയോ വ്യക്തമാകുണ്ടോ എന്ന് അറിയില്ല, കാണിച്ചു തരാം. കണ്ടല്ലേ, ക്യാമറ റെഡി ആവും അറിയില്ല. കണ്ടോ, ഈ ഓരോ 4 പല്ല് ഇതാ. ഇത് ഇവിടെ ഷോർട്ടിലാകാതെ വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. ഇത് ഷോർട്ടായാൽ നമ്മളെ ചാർജർ കംപ്ലൈന്റ് ആവും കേട്ടോ. അപ്പൊ ഇതില് പ്ലസും മൈനസും ഉണ്ടാവും. അപ്പൊ 2 ഷോർട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാർജർ കംപ്ലൈന്റ് ആവും. അതാ പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊന്ന് കേബിളൊന്ന് നമുക്ക് വെച്ച് നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ഇത് നമുക്ക് പിന്നൊക്കെ ചാർജർ ആട്ടത് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാണ് അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെക്കുന്നേരം എന്ത് ചെയ്യാ, നേരെ 20ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലേ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇതിന് പിന്നെ ചെക്ക് ചെയ്താൽ നമുക്ക് നോക്കാം കേട്ടോ, എത്ര വോൾട്ട് വരുന്നെന്നുള്ള. നമുക്ക് 5 വോൾട്ടാണ് വരിക, പക്ഷെ ഏത് പിന്നെ നമുക്ക് അറിയണ്ടേ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ 5 വോൾട്ടിന് വരുന്നത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇവിടെ ഇത് റെഡി ഇല്ല, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയല്ലേ വരിക. നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് നോക്കാം, നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുള്ളൂ എവിടെയാന്നുള്ളത് കേട്ടോ. കണ്ടോ, ഇതായിരിക്കും സംഭവം അല്ലേ, ഇതായിരിക്കും, ഇങ്ങനെയാണ് വരിക കണ്ടോ. അതായത് കണ്ടോ 5.25 ഇതാണ് വരിക. അപ്പൊ ഇതിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് കാണിക്കണം. അപ്പൊ ഇത് മാറിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെയാണ് ഇത് വരിക, ഇങ്ങനെ. അപ്പൊ ഇവിടെ വെക്കുക, ഇവിടെയും വെക്കുക, കണ്ടില്ലേ ഈ പിന്നെ. ഇനി ഇവിടെ വെച്ച് നോക്കിയാൽ അറിയാം കണ്ടോ, ഇതല്ല. അപ്പൊ ഇത് തന്നെ വരുന്നത്, ഈ ഒരു പിന്നും പിന്നെ ഈ ഒരു പിന്നും ഇവിടെയും. അപ്പം അങ്ങനെയാണ് വരിക. അപ്പൊ ഇതില് ഇത് മാറിയത് ശ്രദ്ധിക്കുക. ഇതാണ് പിന്നെ നെഗറ്റീവ് വരുന്നത്, ഇത് പോസിറ്റീവ് ആണ്, കണ്ടല്ലേ. നെഗറ്റീവ് ഒക്കെ ബോഡിമേ വരുന്നത് കണ്ടോ, ഇത് നെഗറ്റീവ് ആണ് ഇവിടെ വരിക, പക്ഷെ പോസിറ്റീവ് ഇതാണ് വരുന്നത്, കണ്ടില്ലേ. അപ്പൊ ഇനി ഇതേമാതിരി എന്ത് ചെയ്യാ, നേരെ നമുക്ക് ചാർജർ ഓഫ് ആക്കുകയാണ്, എന്നിട്ട് ഊരിയാൻ മതിട്ടോ. അത് പിന്നെ തട്ടി കഴിഞ്ഞാൽ ഇത് കംപ്ലൈന്റ് ആവാതെ പറയാൻ കാരണം ഞാൻ. അപ്പം ഇതാണ് എന്തിന് പ്ലസ് വരുന്നത് കേട്ടോ, ഇതാണ് പ്ലസ് വരിക, ഇത് മൈനസ് ആണ് ബോഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബോർഡ് എടുക്കുക, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പൊ മൈനസ് കിട്ടാൻ നമുക്ക് പണി, കാരണം മൈനസ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഭാഗം എന്താ, ഇവിടെ പോയിന്റ് കാണുക, ഈ ഭാഗം ഇതായിരിക്കും മൈനസ് വരിക. കാരണം ഇതിങ്ങനെയാണ് ഇതിന്മേ ബോർഡിന്മേ വരിക കേട്ടോ, ഇങ്ങനെ വരിക, കണ്ടില്ലേ, ഇങ്ങനെ ഇത് വരിക. അപ്പം ഈ മൈക്കിന്റെ ഇവിടെ മൈനസ് ആണ്. ഇനി നമുക്ക് ഇതിൽ പ്ലസ് ആണ് കിട്ടേണ്ടത്. ഈ പ്ലസിന്റെ പോയിന്റ് ആയിരിക്കും ഈ കാണുന്നത്. ഇവിടെ പ്ലസ് ഇട്ട് കാണുന്നതാ, നിങ്ങൾക്ക് വീഡിയോ വ്യക്തമാകണമെന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ പ്ലസ് കാണുക, കണ്ടോ അവിടെ, അതായിരിക്കും അതിന്റെ പ്ലസ് വരുന്നത്. പക്ഷെ അവിടെ പ്രിന്റ് കിട്ടാനാണ് അവിടെ ഇത് ഇങ്ങനെ കട്ടായാണ് പോയേക്കാണ്. അപ്പൊ ഇത് പിന്നെ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും പിന്നെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അതായത് ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞാണ് മനസ്സിൽ തരുന്നതുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ കുട്ടികളിങ്ങനെ കുത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡാമേജ് ചെയ്യുന്നത്, അതിന് തിരിച്ചു മനസ്സിൽ കുത്തുമ്പോൾ പിന്നെ ഉള്ളിക്കാണ് പോകും. അത്രയൊക്കെ ഉറപ്പതിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് മൈനസ് വരുന്നത്. അത് നമുക്ക് ആദ്യം നമുക്ക് മൈനസ് ഇവിടെ റെഡി ആയി കൊടുക്കാം. നമുക്ക് ഇവിടെ ജസ്റ്റ് ചരണ്ടി കൊടുത്താൽ മതി കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ വീഡിയോ ക്ലിയർ ആകണമെന്ന് വിചാരിക്കണം, വീഡിയോയിൽ കാണണ്ടോന്ന് അറിയില്ല. ഇതാണ് മൈനസ്, കണ്ടല്ലേ. അപ്പം ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത്, മൈനസ് വരുന്നത്, കണ്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിന്റെ ഇതിന്റെ ഒരു ഗ്രീൻ കളറ് ഇത് ബോഡി സേവ് ആക്കി, കണ്ടില്ലേ. അപ്പൊ ഇതാണ് മൈനസ് വരുന്നത്. അപ്പൊ ഇനി പ്ലസ് ആണ് ഇത്. ഈ പ്ലസിന്റെ ഇവിടെ പ്ലസ് വരുന്ന ഭാഗം ഇതാണ് കേട്ടോ. ഇനി പ്ലസ് വരുന്ന ഭാഗം ഇവിടെയാണ്. അപ്പൊ നേരെ ഈ പ്രിന്റ് കൊടുക്കാൻ നോക്കിയാൽ മതി, അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. വ്യക്തമായി പറഞ്ഞുതരാം. ഈ പ്രിന്റ് വരുന്ന ഭാഗം നമ്മൾ പ്ലസ് കാണുതാ, ഈ പ്രിന്റ് നേരെ പ്രിന്റ് വരുന്നത് അടിയിക്കാണ് വരുന്നത്, കണ്ടോ, ഇങ്ങോട്ട്. അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് ഇതിന്റെ ഈ കോട്ടിങ് ജസ്റ്റ് വരുത്തി കളിയാ കേട്ടോ. എന്നിട്ട് അവിടെ നമുക്ക് സോൾഡ് കൊടുത്താൽ മതി. അതിന് മൈനസ് ഇവിടെയാണ് വരുന്നത്, കാരണം ഈ പിന്ന് ഇവിടെ നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ഈ പ്രിന്റ് ഒന്ന് വരുത്തി കൊടുത്ത് നോക്കാം. നമുക്ക് നമ്മൾ ഉറപ്പ് പറയാൻ കഴിയൂല, എന്നാൽ ജസ്റ്റ് ഓണാക്കി നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ചുരണ്ടുമ്പോ എന്ത് ചെയ്യാ, മറ്റേ ലൈനിൽ നിന്ന് കട്ട് ചെയ്തിട്ടോ, ചെറിയ പോയിന്റ് ആക്കാരെന്ത് അതിന് ഷോർട്ടാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടോ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്ക്രാച്ച് ചെയ്തേനെ. നിങ്ങൾക്ക് വീഡിയോ വ്യക്തമാകണ്ടോ നല്ല കണ്ടില്ല നിങ്ങള്, കണ്ടോ സ്ക്രാച്ച് ചെയ്ത ഭാഗം ഇവിടെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ.
എന്നാലും നമുക്കിത് അറിയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സോളിങ്ങിന് ഫ്ലക്സ് നമുക്ക് എടുക്കുക, ഇങ്ങനെ തോണ്ടി കൊടുക്കുക. എന്താ ചെയ്യാ, ഈ വഴി ഒന്ന് ഇവിടെ കൊടുക്കുക, എന്നാലും എന്ത് ചെയ്യാ, ഒന്ന് നമുക്ക് ഇവിടെയും കൊടുക്കുക. കണ്ടില്ലേ, പ്ലസ് മൈനസും ഭാഗത്ത് നമുക്ക് സോഡ് കൊടുക്കാതെ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സോഡ് പുള്ളിയിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അവിടെ ഒരു പുള്ളിയായി. അത് മൈനസ് ആണ് കേട്ടോ. ഇതാണ് എന്താണ് പ്ലസ് വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ പുള്ളിയിട്ട് കൊടുത്തത് കണ്ടല്ലേ. അപ്പൊ ഇനി നമുക്കിത് പിന്നെ ചാർജ് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നും നമുക്കിവിടെ റിസ്ക് ആണ് ഇത് സോൾഡർ ചെയ്യാൻ. ഇനി സോൾഡർ ചെയ്താൽ നിൽക്കൂല, കാരണം ഇത് പെട്ടെന്ന് പിന്നി പോരും. അപ്പൊ ഞാനിവിടെ ഇതേമാതിരി ഒരു ഫീമെയിലിന്റെ പോർട്ടാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ അതും വേണം ശ്രദ്ധിക്കുക. അപ്പൊ ജസ്റ്റ് നമുക്ക് അത് കൊടുത്താൽ മതി, ബോർഡ് ഓൺ ആവണ്ട നമുക്ക് നോക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതാണ് എന്ത് ചെയ്യുന്നത് മൈനസ് വരുന്നത്. അപ്പൊ അവിടെ സോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി പ്ലസ് വരുന്ന ഭാഗം ഇവിടെയാണ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അപ്പൊ കണ്ടില്ലേ, അപ്പൊ അതെന്ത് ചെയ്തു, സോൾഡർ ചെയ്തു കണ്ടങ്ങള്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇനി നമ്മൾ ചാർജ് ചെയ്തൊക്കെ അതിന് മുമ്പായിട്ട് നമുക്ക് ബാറ്ററി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ബാറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബാറ്ററി എന്നുള്ളത് എന്ത് ചെയ്യാ, എന്താണ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിൽ പിന്ന് ഇതാണ്, ഇതിങ്ങനെ എന്ത് ചെയ്യാ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇനി നമുക്കൊന്ന് ചാർജ് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കട്ടോ. ഇനി ലൈറ്റും കാര്യമുണ്ടോ നമുക്കല്ല, ഏതായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ റെഡ് കത്തി കണ്ടില്ലേ. അപ്പൊ സംഭവം റെഡി ആവും കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കിയെന്നുള്ളൂ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇത് അയക്കണം നമുക്ക് കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ. ചാർജർ ഓഫ് ആക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ പണിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ചാർജറും ഓഫ് ആക്കിയിടുക, ബാറ്ററി ഇതാക്കട പിന്നെ ബാറ്ററിയും കണക്ഷൻ ഒഴിവാക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മളിത് ബാറ്ററി ഇവിടെ ഇങ്ങനെ പിന്നെ ഇതാക്കി നിൽക്കുകയാണെങ്കിൽ അഥവാ ബാറ്ററിന്റെ ഏരിയ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോർട്ടാവും. ഷോർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാർജർ കംപ്ലൈന്റ് ആവും, ബോർഡൊക്കെ കംപ്ലൈന്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാർജർ പിന്നെ ഇവിടുന്ന് നമുക്ക് അയച്ച. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ചാർജിങ്ങിന്റെ ഈ പോർട്ട് ഫീമെയിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോർഡൊക്കെ നമ്മളെ പ്രയാസം, അത് ബേക്ക് നീണ്ടിക്കും കണ്ടില്ലേ. അതേമാതിരി തന്നെ ഇതിന്റെ പിന്നെ ബേക്ക് ഭാഗം ഉള്ളത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടേ കയറും. അപ്പൊ ചാർജ് ഫുള്ളായൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോ ഇതിമ കട്ട് ഓഫ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, എനിക്ക് അറിയില്ല. കാരണം ഇതിന്റെ പിന്നെ എന്റെ വീട്ടിലല്ല, ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയ സാധനമാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ എന്താ നമുക്ക് ഇതിമേലെ നമുക്ക് ഫിറ്റ് കൊടുക്കുക, അന്ന് നമുക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. അതാ പറയാൻ കാരണം, ഇതിമേലെ ആകുമ്പോ ഇവിടെ ഓട്ടായി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് പൊന്തിക്കും ഇവിടെ, അതാ പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം ബാറ്ററി അല്ലേ, അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ഹോൾട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഹോളാക്കാന് കൂടുതൽ സ്ക്രൂ ഡ്രൈവറോ ഡ്രില്ലറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഹോളാക്കിയാൽ മതി കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കണു ഞാനുണ്ടോ, അതിനത് മൈനസ് ആണ്, പക്ഷെ ഇതൊരു ഹോളാവുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം അത് ഹോളായിട്ടോ. അപ്പൊ ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കത്തിരിക്കൊന്നും മൂർച്ച ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ടൂൾസ് ഉപയോഗിച്ച് ചെയ്യണം. ഡ്രില്ലറിന് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യണ്ട് ഞാൻ. കണ്ടല്ലേ, എന്നിട്ട് എന്ത് ചെയ്യാ, കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേരണ്ടി കൊടുത്താൽ മതി. കണ്ടോ, ഹോളായിട്ടോ. ഇനി നമുക്ക് എന്താ, അതിലൂടെ നമുക്ക് ഇതിങ്ങനെ കടത്തി കൊടുക്കുക. പിന്നെ കണ്ടില്ലേ, അപ്പൊ നിങ്ങൾ വെച്ചാൽ മതി കണ്ടോ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വയർ നമുക്ക് ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിങ്ങനെ എത്തിക്കോളണമെന്നില്ല, ഞാൻ ആദ്യം ഉപയോഗിച്ചതാണ്. അപ്പൊ
ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ വയറ് സോൾഡർ ചെയ്യുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇവിടെ വയറ് ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്ത് നമ്മളെ മൈനസ്. മൈനസ് എന്ത് ചെയ്തു, സോൾഡർ ചെയ്ത് കൊടുത്തു. ഇന്നുള്ളത് നമ്മളെ പ്ലസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് പേരെ നമ്മള് സോൾഡർ ചെയ്ത് കൊടുത്തു, പ്ലസും മൈനസും കൊടുത്തു. ഇനി നമുക്ക് അടുത്ത പണി ഇവിടെ നന്നായിട്ട് ഗ്ലൂട്ട് കൊടുക്കണം. കാരണം ഇത് വയറ് പോരാനുള്ള സാധ്യത ഉണ്ട്, അതാ പറയാൻ കാരണം കേട്ടോ. അപ്പൊ നമ്മളെ ഗ്ലൂക്കോണ്ട് ഉപയോഗിച്ച് നന്നായി ഗ്ലൂട്ട് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം കുറച്ച് പിന്നെ ഗ്ലൂട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ സോൾഡർ രണ്ട് വയറിതാ ഇതിന് നമുക്ക് ഇവിടെ സ്ലീവ് ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പൊ ഞാൻ അതേമാതിരി സ്ലീവ് കൊടുക്കഴിഞ്ഞു. ഇത് വേണം നിർബന്ധമില്ല, ഇൻസ്ട്രക്ഷനെ പറ്റി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഉള്ളതൊന്നും കൂടിയും ഉഷാറായി കൂടെ വെച്ചിട്ട് ചെയ്തതാണ് ഞാന്. അതങ്ങോട്ട് കൊടുക്കുക, കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മളെ ചെയ്ത ഇതാ ഈ വയറുണ്ടല്ലോ, ഇതാണ് ഫീമെയിൽ പോയിട്ട്. അതിന് വയറിന് എന്ത് ചെയ്യാ, പ്ലസും മൈനസും മാറാതെ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഇതിങ്ങനെ പിരിച്ചു കൊടുക്കുക. അപ്പൊ ഇത് മൈനസായി, പിന്നെ ഇതെന്തായി, ഇത് പ്ലസ്സും ആയി. എന്നിട്ട് എന്ത് ചെയ്യാ, ഒന്ന് സോൾഡറിങ് ഫ്ലെക്സിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ കറക്റ്റ് സോൾഡറിങ് കിട്ടും. കണ്ടില്ലേ, റെഡി ആയി. കണ്ടോ. അപ്പൊ അത് നമ്മൾ ചെയ്ത് കൊടുത്തു. ഓക്കെ, സോൾഡർ ചെയ്ത് ഇനി നമുക്ക് എന്താ, ഈ സ്ലീവ് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക വയറ് മാറണില്ല എന്നുള്ളത് കേട്ടോ. എന്നാലും ഇങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാ, ഒന്നെങ്കിൽ നമ്മളെ സോൾഡിങ് ആയാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ലൈറ്റർ കാണിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ കണ്ടോ. അപ്പൊ സ്റ്റീവ് എന്താ കറക്റ്റായി നിൽക്കും, പിന്നെ അങ്ങോട്ട് കൊടുക്കും നീങ്ങൂല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ബോർഡ് നമുക്ക് ഓരോന്നും ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി മാറാതെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആരെങ്കിലും ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇത് കുടുക്കി പോകണ്ട, ഇവിടെ ഈ ബോർഡൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മള് ബാറ്ററി കുടുക്കി. ഇനി നമുക്ക് ഇവിടെ വരുന്നത് നമ്മൾ ലൈറ്റിന്റെ വയറാണ്, നമ്മൾ ലൈറ്റിന്റെ വയറ് വരുന്നത്. ഇനി നമുക്ക് ഇതാണ് സ്പീക്കറിന് വയറ് വരുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കുക മാറുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കേട്ടോ. ആ സ്പീക്കറിന് വയറായി. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് വയറുണ്ട്, കണ്ടില്ലേ. ഇത് നമ്മളെ FM-ന്റെ ആന്റിന്റെ വയറായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, അത് നമ്മൾ അയച്ചമായി തന്നെ എന്ത് ചെയ്യാ, അതും സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ സ്വിച്ച്മേലൊക്കെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അത് നോക്കി തന്നെ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് ഫസ്റ്റ് കാണുന്ന സ്വിച്ച് എനിക്ക് വീഡിയോ വ്യക്തമാണോന്ന് അറിയില്ല, അതാണുള്ളത്. എനിക്ക് വീഡിയോ വ്യക്തമാണെന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് എന്താ വെച്ചാൽ ഇവിടെ മോഡാണ്, കണ്ടോ. ഓരോന്നും എഴുതി ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പൊ ഉണ്ടെങ്കിൽ ഇത് M ആണ്, കണ്ടല്ലേ. ഇത് അതാണ് മോഡ്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് വെച്ച് കൊടുക്കുക. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ സ്വിച്ച് വരിക, കണ്ടോ. അപ്പൊ കറക്റ്റ് ആയിരിക്കും, കണ്ടല്ലേ. ഇതൊക്കെ അന്നേരം ബട്ടൊക്കെ നിങ്ങണ്ടോ നോക്കുക കേട്ടോ. ജസ്റ്റ് ഓൺ ആക്കി നോക്കാം നമുക്ക്, കണ്ടില്ലേ. Welcome to Sonolux Universe.
The Bluetooth device is ready to pair. അപ്പൊ അത് റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗെയ്സ് നമുക്കൊന്ന് അടച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇച്ഛമായി തന്നെ എന്ത് ചെയ്യാ, 6 സ്ക്രൂ ഉണ്ടാവും കേട്ടോ. 6 സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കുമ്പോ ഇവിടെ പിന്നെ വയറ് കൊടുക്കണ ശ്രദ്ധിക്കണുണ്ട്. സ്ക്രൂ ചെയ്യുമ്പോ നമുക്ക് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. മറ്റു വയറ് കട്ടായി പോകാതുണ്ടാകുക. അപ്പൊ നമ്മൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്താൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ചാർജർ ഓൺ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കുത്തിയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ കണ്ടോ, ഇവിടെ റെഡ് ചാർജ് നടക്കണം കണ്ടല്ലേ. ഓഫ് ആയി കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ ഓഫ് ആയി കണ്ടോ, റെഡി ആയില്ലേ. കണ്ടോ, ഇതാണ് ഇവിടെ കണ്ടല്ലേ റെഡ് പുള്ളി വരുന്നേ. അപ്പൊ ചാർജിങ് റെഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ചാനൽ കഴിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിലെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തോട് കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. Welcome to Sonilux Universe. The Bluetooth device is ready to pair.